ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓരോ വീടുകളിലും ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വീടുകളിലും ഉപ്പ് വെള്ളമാണ്, മഞ്ഞ നിറവുമാണ് വെള്ളത്തിന്. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് എന്തായാലും കഞ്ഞിയും സാധനങ്ങളും ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഉപകാരവും ഇല്ല. അപ്പൊ ഞങ്ങളിപ്പോ ദൂരെ പിള്ളേരായാലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ ജഗ്ഗായാലും എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നാണ് ഈ കഞ്ഞിയും എല്ലാ സാധനങ്ങളും വെക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ എസ്സംബരം എന്ന് പറയുന്ന തീരദേശ പഞ്ചായത്തിലാണ് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വലിയ രീതിയിലുള്ള ഒരു കുടിവെള്ള പ്രശ്നം കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ 1-ാം വാർഡിൽ മാത്രമല്ല, പല വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞൊരു 50 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ കുറെ അമ്മമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പ്രതികരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? സിന്ധു. ചേച്ചി, ഈ കുടിവെള്ള പ്രശ്നം ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണല്ലോ. ഇപ്പോ ഏകദേശം ഈ ഭരണസമിതി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ ഒരു 50 വർഷത്തിന് മുകളിലായിട്ട് LDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. പരിഹാരം കാണേണ്ടതായിരുന്നു. ഈ ഒരു സമയത്ത് അവരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വിഷമങ്ങൾ അറിയാനുള്ള അവര് നിന്നിട്ടുള്ള ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് കുറെ വർഷങ്ങളായി ശരിക്കും ഇവിടേക്ക് വെള്ളം വന്നിട്ട്. ഇടയ്ക്ക് ഒരു പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ അറിയിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറെ സഹകരണം കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊരു പരിധി ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ തരില്ല. ഇപ്പൊ മഴവെള്ളമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെയ്യണം. മഴവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നല്ല വെള്ളമൊന്നുമല്ല, മഴവെള്ളം നേരിട്ട് വരുന്ന വെള്ളമല്ല. ഈ ഷീറ്റുമെന്ന് പറഞ്ഞൊക്കെ വന്നിട്ടുള്ള വെള്ളം ഞങ്ങൾ അരിച്ചിട്ടാണ് പിള്ളേർക്കായാലും ആർക്കായാലും കൊടുക്കുന്നതിന് രോഗങ്ങൾ വരാനും എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്തായാലും കാണണം. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. അവരോട് പറയുന്ന സമയത്ത് അവരെന്താണ് നിങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ട് പരാതി പറയുമല്ലോ? ഞങ്ങൾ പരാതി പറയാറുണ്ട്. അപ്പൊ പറഞ്ഞ് ഇവിടെ പൈപ്പ് പൊട്ടിക്കിടക്കണ്, അതിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴിച്ചൊക്കെ നോക്കി പോകും. അപ്പൊ റോഡ് സൈഡിലൊക്കെ ഒരു ദിവസമൊക്കെ വെള്ളം വരും, പിറ്റേ ദിവസം വെള്ളമില്ല. വീടുകളിൽ വന്നിട്ട് ശരിക്കും 1.5 വർഷങ്ങളായിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട്. വീട്ടിൽ വന്നിട്ട്, എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഇടയിലുള്ള വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ വെള്ളം വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് പോയി അവർ പറയും ഞങ്ങളോട് വെള്ളം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വെള്ളം ചെന്നെടുക്കും. അല്ലാണ്ട് എല്ലാ വീടുകളിലും ഒരുമിച്ചൊന്നും വെള്ളം വരാറില്ല. നിങ്ങൾ എന്നിട്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഇത്രയും കാലമായിട്ട് തയ്യാറാവുന്നു? ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു പേപ്പറൊക്കെ കൊടുത്ത് ഇങ്ങനത്തെ ഒപ്പ് ശേഖരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ആ പേപ്പർ എവിടെ കൊണ്ട് കളയാൻ നമുക്കറിയില്ല. നമുക്ക് ഇതുവരെ ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. ഇനി പരിഹാരം കാണണം. അതേ ഞങ്ങൾക്ക് പറയാം. MLA, സ്വാഭാവികമായിട്ട് MP, 2 പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ജയിച്ചു പോയ ആളുകൾ, അവരെ നേരിട്ട് കാണുന്ന സമയത്ത് എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ ഇവിടെ സ്കൂളിലൊക്കെ പരിപാടിക്കൊക്കെ പറയാറുണ്ട് ഇവിടെ വെള്ളമില്ല, സ്കൂളിൽ വെള്ളമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവർ പറയും വെള്ളം പഞ്ചായത്ത് ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ ഈ പൈപ്പൊക്കെ റെഡിയാക്കി പതുക്കനെ വരും എന്ന് പറയും. വല്ലപ്പോഴൊക്കെ അല്ല അവരെ നമ്മൾ കാണുള്ളൂ, അപ്പൊ അവർ വരും എന്ന് പറയും. പിന്നെ വരാറില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കി തരണം, വെള്ളം കിട്ടണം. ചേച്ചി നമസ്കാരം. ദിവ്യ. ഞാൻ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ LP സ്കൂളിലെ അധ്യാപികയാണ്. ചേച്ചി, ഇപ്പോ ഈ കുട്ടികൾക്ക് വെള്ളത്തിന് എന്താ ചെയ്യുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, ഈ വാർഡിലാണല്ലോ സ്കൂൾ. അതെ, നമ്മള് സാധാരണ ഈ വാട്ടർ അതോറിറ്റിയിലെ ലൈൻ പൈപ്പിലെ വെള്ളം ഒരു ടാങ്കില് ശുദ്ധീകരിച്ച് ആ ഒരു വെള്ളമാണ് കുട്ടികൾക്ക് കുടിക്കാനായിട്ടും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കുടിക്കാൻ ആ നേരത്തുള്ള കുട്ടികൾക്ക് കൂടുതൽ ആവശ്യം. അപ്പോഴും വെള്ളം വന്നിരുന്നെങ്കിലും വല്ലപ്പോഴും വന്നിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നിറയിടം ടാങ്കിന് വെച്ചേക്കുന്നത്. അപ്പോൾ ആ വാൽവ് ഫ്ലോട്ടിംഗ് വാൽവ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് നിറയും. അപ്പൊ നമുക്ക് കിട്ടിയിരുന്നു വല്ലപ്പോഴെങ്കിലും. പക്ഷെ മഴ ഇപ്പൊ ജൂൺ തൊട്ട് നല്ല മഴയിന്, പുറത്ത് നല്ല മഴയിന് നല്ലോണം വെള്ളമുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശം, അപ്പൊ കടലെല്ലാം അങ്ങനെയുള്ള വെള്ളങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും കുടിക്കാനായിട്ട് കുട്ടികൾക്ക് ശുദ്ധജലം കിട്ടണില്ല. അപ്പൊ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ബില്ലെടുക്കാൻ വേണ്ടി എല്ലാ മാസവും അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും നമ്മളത് അറിയിച്ചിരുന്നു, നമുക്കിവിടെ ശുദ്ധജലം കിട്ടണില്ല, ബില്ല് കറക്റ്റ് അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനോട് പരിഹാരം തരണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഓഫീസിൽ പോയി, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി ഇത് അറിയിക്കണം എന്നുള്ള കാര്യം. HM പോയി ഇതിനൊരു പരിഹാരം തരണം എന്നാണ് കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നമ്മുടെ സ്കൂളിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. കുട്ടികള് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് കുടിക്കണമെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും അത് തീരണം. അപ്പൊ കുക്കാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ കുക്ക് നമ്മുടെ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളമാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തിളപ്പിച്ച് അതാണ് നമുക്ക് കൊടുക്കുക. അത് കൂടുതൽ ചെലവായി വരുന്നു. നമുക്ക് ഇത്ര സിലിണ്ടർ എന്നൊക്കെ സ്കൂളിലേക്ക് ഉണ്ടല്ലോ. അപ്പൊ തിളപ്പിച്ച് കൊടുക്കുമ്പോ കൂടുതൽ നമുക്ക് ആ ചെലവ് കൂടി വരുന്നത്. അത് HM കൂടുതലായിട്ട് വഹിക്കേണ്ടതായി വരുന്നുണ്ട്. നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം കിട്ടണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇപ്പോ ഇവിടുത്തെ MP അല്ലെങ്കിൽ MLA ഇവരെപ്പോലുള്ള ആളുകൾ നേരിട്ട് സമീപിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളെപ്പോലുള്ള ആളുകൾക്കുണ്ടല്ലോ. കാരണം കുട്ടികൾക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുന്നോട്ടുള്ള ഒരു പോക്ക് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഏകദേശം 1.5 വർഷമായിട്ട് ഈ വാർഡിലേക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഒരു ഞെട്ടിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് MP MLA നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചുകൂടി ഈ ഒരു സമയത്ത്?
ഈ ഒരു സമയത്ത് തന്നെ മേലാധികാരി എന്ന് പറയുന്നത് നമ്മുടെ എച്ച് എം ഇന്ന് ലീവായ കൊണ്ട് വന്നിട്ടില്ല. അപ്പൊ ചാർജ് എനിക്കിന്. അപ്പൊ ഈ ഒരു പ്രശ്നം തന്നെ നമ്മ MLA കണ്ടായാലും നമ്മൾ പറയാറുണ്ട്. സ്കൂളിലേക്ക് ഓരോരോ ആവശ്യത്തിനൊക്കെ വരുമ്പോഴും നമ്മളിപ്പോ പഞ്ചായത്താണല്ലോ നമ്മുടെ സ്കൂളിന്റെ ഭരണം. പഞ്ചായത്തിനോട് നമുക്ക് കുടിവെള്ളത്തിന് കിട്ടാത്ത കാര്യം ഇപ്പൊ കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കതിന് ഒരു പരിഹാരം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്കും കൂടി. കുട്ടികൾ കൊച്ചു കുട്ടികളാണ്, അവർ ശുദ്ധജലം കുടിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ അവരെ ബാധിക്കുമല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം തരണം തന്നെ. നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ ഉത്തരവാദിത്തമാണല്ലോ, പ്രത്യേകിച്ചും സ്കൂളിൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ശുദ്ധജലം എത്തിക്കുക എന്നുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് അത് ചെയ്തു തരണം എന്നാണ് ആവശ്യം. ഇതെന്തെങ്കിലും ഒരു ഇത് ഇവിടെ ഈ വോട്ട് ചോദിക്കാനായിട്ട് MP MLA ഒക്കെ ഇതിനു മുന്നേ അവർ മത്സരിക്കുന്ന സമയത്ത് വരാറുണ്ടായിരുന്നു ഈ ഒരു പരിസരത്ത്? അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. മെമ്പർമാര് ഇങ്ങനെ വരും, അല്ലാണ്ട് MP ഒന്നും വന്നിട്ടൊന്നുമില്ല. അവര് ഈ ജയിച്ചതിന് ശേഷം വന്നിട്ടില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഒരു മന്ത്രി MLA അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. ഞങ്ങക്ക് മെമ്പർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മെമ്പറെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. അതിനെയാണ് എന്ത് കാര്യത്തിനും ഞങ്ങൾ വിളിക്കണത്. അവരുടെ ഭാഗത്തുള്ള സാറിനുണ്ട്. പഞ്ചായത്തിൽ നേരിട്ട് ഒരു പ്രതിഷേധമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഇതിന് മുന്നുണ്ടായിട്ടുണ്ട്? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ട് മെമ്പർ വിളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു ആ സമയത്ത്? അപ്പൊ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൺകുട്ടികളും കുറെ, ഞങ്ങളും കുറെ വണ്ടിക്കൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ ശരിയാക്കാന്നാണ് പറയണത്. അപ്പൊ അത് കേട്ട് നമ്മ ഇങ്ങോട്ട് പോരും. ഇപ്പൊ ഈ ഒരു പ്രതിസന്ധി കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ട് എത്ര ആളായി? ഇപ്പൊ 5-6-7 മാസമായിട്ട് ഒട്ടും വരുന്നില്ല. എന്റെ അച്ഛൻ മരിച്ചിരുന്നപ്പോ ഞാൻ മെമ്പറോട് വിളിച്ച് പറഞ്ഞു. പക്ഷെ മെമ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് പിള്ളേരെ പറഞ്ഞയച്ച് മെമ്പറുടെ ഇതിന് മോട്ടർ അടിച്ച് എങ്ങാണ്ടെന്ന് നല്ല വെള്ളം കൊടുത്തു വിട്ടു. അല്ലാണ്ട് വെള്ളം വന്നിട്ടില്ല പൈപ്പിൽ. ചേച്ചി നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? ബിന്ദു. ചേച്ചി ഇപ്പോ എന്താണ് നിങ്ങൾ എത്ര നാളായിട്ടാണ് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്? ഒരു കൊല്ലായി ഇപ്പൊ വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ. അപ്പൊ ഇത് ഇവിടുത്തെ പഞ്ചായത്തിനോടും അല്ലെങ്കിൽ ഇവിടുത്തെ MLA സംസാരിച്ചിട്ടുണ്ടാ? MLA എന്നോടല്ല, പഞ്ചായത്തിനോടൊക്കെ പറഞ്ഞു. കുറച്ച് ആൾക്കാർ വന്ന് നോക്കി ഇവിടെ പൈപ്പൊക്കെ. പിന്നെ വെള്ളം അവര് വന്നപ്പോ 2 പാക്കറ്റ് വെള്ളം കിട്ടി, പിന്നെ കിട്ടിയില്ല. വേറെ ഇപ്പൊ ആഴ്ചയിലാണോ വെള്ളം വരുന്നത്? ഇല്ല, വെള്ളം വരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഇട്ടു. പൈപ്പില് വെള്ളം ഇല്ല. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ആവശ്യങ്ങൾക്ക് കുടിവെള്ളത്തിന് എന്താ ചെയ്യുന്നത്? കൊണ്ടുവരുന്നു, അമ്മായിരോടൊന്നൊക്കെ കൊണ്ടുവരുന്നു. ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് മിനിയാന്ന് കൊണ്ടുവന്നാണ്. ഇപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് വെള്ളമില്ലാണ്ട് കുടിക്കാൻ വെള്ളം. ഈ പ്രശ്നം പറയുന്ന സമയത്ത് അവരെന്താ പറയുന്നത്? ഒരു അടിസ്ഥാനമായിട്ട് അവര് പറഞ്ഞ് ശരിയാവും പൈപ്പ് പൊട്ടി കിടക്കുന്നാണ് പറയുന്നത്. എത്ര കാലമായിട്ട് പൈപ്പ് പൊട്ടി? കുറച്ചാളായി ഇങ്ങനെ പറഞ്ഞത്. പരിഹാരമില്ല. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? ഷീജ. ചേച്ചി, ഈ ഒരു വിഷയം തുടങ്ങിയിട്ട് ഏകദേശം കുറെ നാളുകളാണെന്നുള്ള പറയുന്നത്. എന്താണ് നിങ്ങളൊരു അഭിപ്രായം? എന്താണ് ഇവിടുത്തെ ഭരണാധികാരികളോട് പറയാനുള്ളത്? വെള്ളം വേണം, എന്തായാലും കുടിവെള്ളം വേണം. മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അല്ല, വെള്ളം ഇല്ലാണ്ട് പറ്റൂല. ഇപ്പൊ ചേച്ചി പറഞ്ഞ വെള്ളം എടുക്കുന്നത് ഞങ്ങള് അവിടെ പടിഞ്ഞാറ് കുറെ തെക്കോട്ട് പോയിട്ട് സൈക്കിളിന് കൊണ്ടുവരുന്നു. അതെ, പൈപ്പിൽ നിന്ന് അവിടുന്ന്. ഈ നിങ്ങളുടെ വാർഡിലില്ല? ഇല്ല, ഒന്നാം വാർഡിൽ ഒട്ടുമില്ല. ചേച്ചി പേരെന്തായിരുന്നു? ശ്യാമള. എന്താണ് അവസ്ഥ? എന്താണ്? വെള്ളം ഇല്ല, കുടിക്കാനടക്കം വെള്ളം ഇല്ല. അതാണ് അവസ്ഥ. ഇത് ഇവിടുത്തെ പഞ്ചായത്തിൽ പറഞ്ഞ സമയത്ത് എന്താ അവര് പറയുന്നത്? പഞ്ചായത്തിന് പറഞ്ഞ പൈപ്പ് പൊട്ടിക്കിടക്കണ ശരിയാവും എന്ന് പറയും. അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇല്ല. അപ്പൊ ഇനി എന്താണ് അടുത്തൊരു നടപടി? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി എല്ലാരും കൊടായിട്ട് പഞ്ചായത്തിൽ പോവാൻ പോവാണ്. അല്ലാണ്ട് രക്ഷയില്ലേ. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലെ കുടിവെള്ള പ്രശ്നം എന്നുള്ളത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു 2025 എത്തി നിൽക്കുന്ന ഈ സമയത്തും നമ്മൾക്ക് ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ സാധിക്കാത്ത ഭരണാധികാരികളോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? അവരോട് എന്ത് പറയാൻ? അവരോട് പറഞ്ഞിട്ടൊരു കാര്യവും അവരൊന്നും ചെയ്യൂല. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇവിടെ നിങ്ങൾക്കൊരു MP ഉണ്ട്, MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്. വാർഡ് മെമ്പർ ഒരു പരിധി വരെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ പഞ്ചായത്തിൽ പറയുന്ന സമയത്ത് ഇതിന് പ്രതികരിക്കുന്നില്ലെങ്കിൽ, അവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള പ്രതികരണമാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങളുടെ ഒരു നിലപാടെന്തായിരിക്കും? വോട്ട് ചെയ്യൂല ഞാർക്കായാലും. അതെന്നെ തീരുമാനം. ഇങ്ങനെയാണ് അവസ്ഥ. ആർക്കും ചെയ്യൂല വോട്ട്. മതിയായി. കുടിവെള്ളം കിട്ടാണ്ട് പിന്നെ എന്തുട്ടാണ് വോട്ട് ചെയ്തിട്ട് കാര്യം? അമ്മ നമസ്കാരം. പേരെന്തായിരുന്നു? ശാരദ. എത്ര വർഷമായിട്ട് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്? ഇത് കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വല്ല മഴവെള്ളമൊക്കെ തിരിച്ചെടുത്ത് അരിച്ചാണ് എടുക്കുന്നത്. വേറെ ഒരു മാർഗമില്ല? വേറെ ഒരു മാർഗമില്ല. എനിക്ക് പോയി അകലൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല. ചേച്ചി എന്താണ് അവസ്ഥ? കുടിവെള്ളം കിട്ടണം, അത്ര തഴുത്തൊക്കെ ശരിയാക്കി തരണം. അപ്പൊ ഇത് നിങ്ങള് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനൊന്നും തയ്യാറാവുന്നില്ലേ? ഇനി ഇറങ്ങും എന്തായാലും. മാർഗമില്ല.
ഈ വെള്ളം ഇപ്പൊ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്? ഞങ്ങള് 2 വീലറിന് പിള്ളേര് പോയി കൊണ്ടുവരണം അകലെന്ന്, അല്ലെങ്കിൽ മഴവെള്ളം ശേഖരിക്കും. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ബേബി. എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്ന? 49 വർഷമായി. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, അത് എന്താണ് സാഹചര്യം? എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ തീർത്തും വെള്ളമില്ല, പൈപ്പിൽ വെള്ളം വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ തീർന്നു. ഞങ്ങൾ വല്ല ഇടയൊക്കെ പോയിട്ട് വേണം, അകലങ്ങളിലൊക്കെ പോയിട്ട് വേണം. ഞങ്ങൾക്കാണെങ്കിൽ കുടമൊക്കെ കൊണ്ട് കൈ പിടിക്കാൻ പണ്ടത്തെ പോലെയല്ല, പ്രായമൊക്കെ ആയി, ഈ തേയ്മാനമൊക്കെയാണ് അതിൻ്റെ എല്ലാം. എന്നാലും അങ്ങനെയൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവന്നാണ് ഞങ്ങളുടെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇപ്പൊ മഴ പെയ്തതിന് ശേഷം മഴവെള്ളം എന്താ ചെയ്യുന്നത്? മഴവെള്ളം ഞങ്ങൾ നല്ലൊരു അടയ്ക്കാമരത്തുമ്മ ഇത് കെട്ടിയിട്ട് അത് വന്ന് എടുക്കണ എൻ്റെ വീട്ടില്. ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ തുണികളൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെള്ളം എടുക്കണം. ദയനീയമായിട്ടുള്ള അവസ്ഥ ദയനീയം തന്നെയാണ്. ചേച്ചി പേരെന്തായിരുന്നു? ശരിയില്ല. ചേച്ചി എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? എന്താണ് വീട്ടിൽ എങ്ങനെയാണ് വെള്ളത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാ? വെള്ളമില്ല, ദൂരെന്നൊക്കെ കൊണ്ടുവരണം, അല്ലാത്ത ബുദ്ധിമുട്ടണം. ബുദ്ധിമുട്ടാണല്ലേ? മോട്ടർ ഞാൻ ഉപ്പും വെള്ളമാണ്, അപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടണം. ചേച്ചി പേരെന്തായിരുന്നു? ചേച്ചി അനിത. എത്ര കാലമായി ഇവിടെ താമസിക്കുന്നത്? ഞങ്ങൾ 10 കൊല്ലായി. 10 വർഷമായിട്ട്. ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല, ഒട്ടും കിട്ടാറില്ല. ഞങ്ങൾക്ക് കൊണ്ടുവരാനും പാടില്ല. ആള് പോയി ഈ അകലപ്പോയാണ് കൊണ്ടുവരില്ല വെള്ളം. എന്തിലെടുക്കും? ജഗ്ഗിയില് കൊണ്ടുവരും അകലന്ന്. ഇവിടെ നിന്നൊന്നല്ല, റോഡിൽ പോയി കൊണ്ടുവരും. അത് വണ്ടി ഒന്നും ഓടിക്കൂല എൻ്റെ ആണ്. അപ്പൊ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടിയിലാണ് ഇതിന് വെള്ളം കിട്ടാൻ. ഇപ്പോ ലാസ്റ്റ് ആൾക്ക് പാടില്ലാത്ത കാരണം ഞങ്ങള് കൊള്ളൂലാത്ത വെള്ളമാണ് കുടിക്കണത്. ഞങ്ങളെ വെള്ളം തന്നെ അടപ്പത്ത് വെക്കുമ്പോൾ മഞ്ഞ വെള്ളം. അപ്പൊ എല്ലാവരും അത് തന്നെ എടുക്ക്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വെക്കണേ. ഒട്ടും വെള്ളം കിട്ടാനില്ല. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാം? അതൊന്നും അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങൾ പറയാറുണ്ട്, വെള്ളം ഇല്ലാത്ത വിവരം പറയാറുണ്ട്. അവര് ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ റോഡിന്റെ പണി നടക്കുന്ന അടിയിൽ കൂടെ വെള്ളം വരുമെന്നാണ് പറയണ. കൃത്യമായിട്ട് വെള്ളം കിട്ടായിരുന്നില്ല എത്ര കാലമായി? അതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ്. ഒരു വർഷമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്, ഒട്ടും കിട്ടാറില്ല. ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു? ഇതിനു മുന്നേ കുറേശ്ശെ വരും, വല്ലപ്പോഴൊക്കെ ആയിട്ട് വരും. എന്നാലും ഞങ്ങൾ ഇവിടേക്ക് ഒട്ടും വരാറില്ല. കിഴക്കേ ഭാഗം വരും, അല്ലെങ്കിൽ റോഡിന്റെ അവിടെ, കിഴക്കേ റോഡിന്റെ അവിടെ ഒക്കെ വരും. അവിടെ പോയി എടുക്കും. അവിടെ പോയ കയ്യിലാണ് ഈ കൊണ്ടുവരും ആണുങ്ങൾ. ഇപ്പൊ ആണെങ്കിൽ പാടില്ല. അപ്പൊ അതാണ് ഉള്ള വെള്ളം കൊണ്ട് എടുത്ത് വെക്കണത്. വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. വർഷങ്ങളായിട്ട് തന്നെയാണ്. ഒരു കൊല്ലത്തോളം ഒട്ടും കിട്ടാറില്ല. ശരി.